സിന്ധു, സിന്ധു, ഏയ് സിന്ധു, മോളെ എണീക്കാൻ. കാപ്പി വേഗം പോയി കുളിച്ചിട്ട് വാ. മുടി ചെയ്തരാം. ചേച്ചിക്ക് ഇന്നത്തെ നേരത്തെ പോണം. ഇന്നലെ ബാക്കി വെച്ചിരിക്കുന്ന കൊറേ ജോലി ചെയ്ത് തീർക്കാനുണ്ടേ. എണീറ്റേ വേഗം. നീ എന്താടാ രാവിലെ ഇവിടെ നിൽക്കുന്നേ? ഇയാളെങ്ങനെ രാവിലെ ഇതിലേ വന്നത്? ഊഹ്യം പറയാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. സിന്ധു, കുളി കഴിഞ്ഞില്ലേ? മുടി നല്ലോണം തോർത്തിക്കേ. വെള്ളം ഇരുന്ന പനി പിടിക്കും. ചേച്ചി തന്നെ തോർത്തിക്ക. തിരിയ. നല്ല മുടിയാ. നല്ലോണം സൂക്ഷിച്ച ഇനിയും വളരും. മുടി മുട്ടറ്റം വരെ എത്തിയ കാണാൻ എന്ത് ഭംഗിയാന്നറിയാം. ഓ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ചേച്ചി വേണേ ഇതൂടെ മുറിച്ചെടുത്ത് കെട്ടിവെച്ചോ. ആ, അത് കൊള്ളാം. നിന്റെ ഒരു കാര്യം. ഇനി ശരിക്ക് കൈകൊണ്ട് തനിയെ കോതി ഉണക്കിക്കോ. ചേച്ചിക്ക് പോവാൻ സമയം കേട്ടോ. ഇവിടെ ഇരുന്ന് വല്ലതും വായിച്ചോളണം. കണ്ട പിള്ളേരുടെ ഒന്നും കൂടെ കളം വരച്ച് ചാടാൻ പോരുത്. വിശക്കുമ്പം വല്ലതും എടുത്ത് കഴിച്ചോളണം. മോരോടെ അടച്ചു വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ചേച്ചി നേരത്തെ വരും. വന്നിട്ട് ചായ ഉണ്ടാക്കി തരേ. ആ, അടുപ്പിൽ നീ തീയൊന്നും കത്തിക്കരുത്, കൈ കൊള്ളും. എന്നും രാവിലെ ഇത് പറയണോ? കേട്ട് കേട്ട് മടുത്തു. എന്റെ കുട്ടി സൂക്ഷിക്കണം എന്നല്ലേ ചേച്ചി പറഞ്ഞുള്ളൂ. സൂക്ഷിച്ചോളാം. തരാനുള്ള തന്നേ വേ സ്ഥലം വിടാൻ നോക്ക്. മതി. അയ്യോ, ചേച്ചിക്ക് സമയമായി പോട്ടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇല്ല, എല്ലാം മറന്നു. മുടി ഉണങ്ങിക്കഴിഞ്ഞ് കെട്ടിവെക്കാവൂ കേട്ടോ. ഞാൻ പോന്നു. ചേച്ചി, സിന്ധു ഒറ്റയ്ക്കുള്ള ഒരു കണ്ണങ്ങോട്ട് വേണേ. ശരി. ഈ പ്രേമകുടീരം മണിയിലേക്ക് 3000 പേർ കഠിനാധ്വാനം ചെയ്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന കണ്ണിയായ മുഹമ്മദ് ബിൻ തുഗ്ലക് പല പ്രാവശ്യം തന്റെ തലസ്ഥാനം മാറ്റി. അവന്റെ ഒരു തലസ്ഥാനെ എന്തിനാ മാറ്റിയത്? ആർക്കറിയാം. ഞാൻ നന്നായി വായിക്കണമെന്ന് ചേച്ചിക്കൊരാഗ്രഹം. എന്നാ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തു കളയാന്ന് വിചാരിച്ചു. ചേച്ചി നേരത്തെ പോയില്ലേ? ഗോപു കണ്ടു? ആ, ഞാൻ ഒളിച്ചൊന്ന് കണ്ടു. അതേതായാലും നന്നായി. ഇന്നലെ ഗോപിന്റെ കാലെ പിടിച്ച് ചേച്ചി കണ്ടു. അതിനെന്താ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ചേച്ചി പറഞ്ഞെന്താന്നറിയോ? എന്താ? പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടിയോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. മനസ്സിലായോ? ഇതാ പറഞ്ഞത്. എന്ത് മാറ്റം വരുത്താനോ പറഞ്ഞേ? ആ, വാ കളം വരക്കി നമുക്ക് കക്ക കളിക്കാം. ഏയ് വാ. നല്ല ആളാ. ഇവിടെ ഒളിച്ചു നിൽക്കാ. അതേ, ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചു. എനിക്ക് നാണമാണ്. അപ്പൊ എന്നെ പുറകിലിരുത്തി സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ആരും കാണുകയല്ലേ? ഓടിക്കൊണ്ടിരിക്കുമ്പോ ആര് കണ്ടാലെന്താ? ആരെങ്കിലും കാണുമോ എന്തോ. വേണുട്ടാ, ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ കണ്ട സീൻ എന്താണെന്നറിയാമോ? സിന്ധുവിന്റെ കാല് പൊട്ടി ചോര വരുന്നു. അതുപോലെ ഇന്നും സിന്ധുവിന്റെ കാര്യം തന്നെയാണല്ലോ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. എന്നാ ഞാനിനി ഒന്നും പറയുന്നില്ല. പിണങ്ങിയാലോ? ചോര വന്നിട്ട് ഇനി പിന്നെ പറയാം. പോ. ഒന്നല്ലേ സ്ഥിരം പരിപാടിയാ. ബാങ്കിന്റെ അടുത്ത് വരെ വന്ന് ആരെങ്കിലും കണ്ടാലോ അല്ലേ? ഇനി ഞാനില്ല സ്കൂട്ടറിൽ. ചേടാ, വേണു പോന്നിട്ട് മണിക്കൂർ ഒന്നായല്ലോ. ഇത്ര നേരം അവനെവിടെ പോയതാ? ചരക്കേറ്റാൻ പോയിരിക്കായിരിക്കും. എന്നാലും അവനെ സമ്മതിക്കണം. അവളെ അവൻ വളച്ചു കളഞ്ഞല്ലോ. ചേടാ, അവൻ അവളെ വളച്ചതല്ല, അവൾ അവനെ വളച്ചതാ. അവനെ ഒരു സൽസ്വഭാവം എവിടെ കിട്ടും? സിഗരറ്റ് വലിക്കുകയല്ല, കള്ളു കുടിക്കുകയല്ല,
മറ്റൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല. പിന്നെന്താ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ വരണം വരണം. ഇവിടെ വന്ന്. എന്താ നീ എവിടെ പോയിരിക്കായിരുന്നു ഇത്ര നേരം? സ്കൂട്ടർ ആ സ്കൂട്ടർ വരുമ്പോ ചവിട്ടി ചവിട്ടി? പെട്രോൾ തീർന്നു. പെട്രോള് തള്ളി തള്ളി റോഡിലെ ആ, തള്ളി. ആ, എന്നിട്ട് ആ എന്നിട്ട് പറയണേ. ഗുഡ് മോർണിംഗ് ഗുഡ് മാഡം. മോർണിംഗ്. എന്നാലും ആ കാലമാടന്റെ ഒരു സമയം നോക്കണേ. ആ എസ് ബി അക്കൗണ്ട് അല്ലേ? നമ്പർ എത്രയാണ്? 234. ഓക്കെ, ഇന്ന് തന്നെ വന്നോളൂ. ഓ താങ്ക് യു സർ. മിസ്റ്റർ വേണുഗോപാൽ ഇന്നലെ അവിടെ ലേറ്റ് ആയിട്ടാണ് പോയതെന്ന് അറിഞ്ഞു. ക്യാഷ് ടാലി ചെയ്യാൻ കുറച്ച് താമസിച്ചു. അല്ല, മിസ്റ്റർ വേണുവിന് ഇപ്പൊ എത്രയുണ്ട് ശമ്പളം? ഒരു 900-ത്തിനടുത്ത് വരും. കഴിഞ്ഞ മാസം 1000 രൂപ ബാങ്കിലേക്ക് പേ ചെയ്തുവെന്ന് കേട്ടല്ലോ, ശരിയാണോ? അത് ചില ദിവസങ്ങളിൽ ക്യാഷിൽ കുറവ് വരും, അതുകൊണ്ടാ. അത് ശരി. ശമ്പളത്തേക്കാൾ കൂടുതൽ തുക ബാങ്കിലേക്ക് കൊടുക്കുക, പിന്നെന്തിനാ ഈ ജോലി? ആട്ടെ, ക്യാഷിൽ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ചാലോ? അയ്യോ, അത് വേണ്ട സാർ, ടൈം വരുമ്പം മാറിക്കോളാം. കാശ് പോയാലും ആ ഇരിപ്പൊരു സുഖമാണെങ്കിൽ നോ നോ പ്രോബ്ലം. എനിത്തിങ് എൽസ്? കഴിഞ്ഞ ആഴ്ച കൊണ്ടിട്ട ചെക്കാണ് പാസ്സായിട്ടുണ്ടെന്ന് നോക്കാം. വേണോ വേണോ മാനേജർ എന്തിനാ വിളിപ്പിച്ചത്? ആ കടക്കകത്തിരുന്ന് ഒരുത്ത് ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആ നോക്കട്ടെ. വേണുവേണ്ട എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ. അറിയിക്കോ? ദേ, ഞാൻ ഈ മരത്തിൽ ഒരു ചെറിയ ബോർഡ് എഴുതി വെക്കാൻ പോവാ. ബോർഡോ? എന്ത് ബോർഡ്? ഈ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ എഴുതി വെക്കില്ലേ, ആ. അതുപോലൊരു ബോർഡ്. എന്താണ് എഴുതുന്നറിയാമോ? സ്കൂട്ടർ സ്റ്റോപ്പ്. വേണുവേട്ടന്റെ സ്കൂട്ടർ രാവിലെ വൈകിട്ടും ആളെ കയറ്റാനും ഇറക്കാനും ഇവിടെയല്ലേ നിർത്തുന്നത്? അങ്ങോട്ട് വരാൻ എനിക്ക് നാണമായതുകൊണ്ടല്ലേ. എന്റെ വേണുവേട്ട, നാണമില്ലേ എപ്പോഴും ഇങ്ങനെ നാണമാണെന്ന് പറയാൻ? നാണം ഉള്ളതുകൊണ്ടല്ലേ സുലു നാണമാണെന്ന് പറയുന്നത്. നാണം ഇല്ലേ പിന്നെ നാണം കെട്ടാനെന്ന് പറയില്ലേ?